പോയി അയ്യോ അയ്യോ അങ്ങനെ ഒന്നും ചോദിക്കല്ലേ. അതിൻ്റെ ഇടയ്ക്കൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ചോദിക്കാമെന്നാ. അപ്പോൾ ഇഷ്ടപ്പെടാണ്ട് ഞങ്ങൾ അഭിനയിക്കോ? നിങ്ങളാരും കണ്ടില്ലേ? ഇല്ലേ? അപ്പൊ കാണൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും. കാരണം കണ്ടവരെല്ലാം ഇതുവരേക്കും നല്ലൊരു റിപ്പോർട്ടാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ജിസേട്ടൻ്റെ പുതിയൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് കാണാൻ പറ്റുന്ന ചിത്രമായിരുന്നു. അതെന്തായാലും സൂപ്പറാന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. രണ്ടുപേരും നല്ല കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കട്ടയ്ക്ക് നിന്ന് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും കാണും കേട്ടോ. നല്ല റെസ്പോൺസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ജിസേട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ചിത്രം ഒരു പക്ഷേ മേ ബി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. മേ ബി അങ്ങനെ വിചാരിച്ചവർക്ക് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എക്സ്പീരിയൻസ് ആണ്. കാരണം ജിസേട്ടൻ്റെ മൂവി ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫീൽ ഗുഡ് മൂവിനെ അപേക്ഷിച്ച് അദ്ദേഹവും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ചിത്രമാണ് സസ്പെൻസ് ത്രില്ലർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ. അപ്പോൾ അതിലൊരു പാർട്ടാവാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് അവരുടെ റെസ്പോൺസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സോ എല്ലാവരും കാണുക, എൻജോയ് ചെയ്യാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അതെ, പറയൂ ചേട്ടാ. എനിക്ക് സത്യത്തിൽ ഈ പടത്തെക്കുറിച്ച് കഥ അറിയാം, പക്ഷെ ഇതെങ്ങനെ മേക്ക് ചെയ്ത് എടുക്കുന്നു എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു. സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ അവധിക്കാലത്തിൻ്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് ഈ തലവനോടൊപ്പം ആഘോഷിക്കാം. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. നന്നായി എൻജോയ് ചെയ്യുക. നന്ദി. താങ്ക് യു. അയ്യോ, ഒത്തിരി സന്തോഷം തോന്നി. നല്ലൊരു ത്രില്ലറാണ്. എവിടെയും നമുക്ക് ഒരു നമ്മളും പ്രേക്ഷകരായിട്ട് നമ്മൾ കാണുമ്പോഴും നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ നമുക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്തെങ്കിലും ലൂപ്ഹോളുണ്ടോ എന്ന്. ഒരു തരത്തിലും നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു മേക്കിങ്ങും ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ട്. ഒരു ത്രില്ലർ സിനിമയുടെ അങ്ങേയറ്റം ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ജിസ്റ്റേട്ടനാണ് സല്യൂട്ട്. ഓൾസോ ബി ചേട്ടൻ, ആസിഫിക്ക, രണ്ടുപേരും കട്ടക്ക് നിൽപ്പുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായതിൽ. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്, വെക്കേഷനൊക്കെ തീരുന്ന സമയമാണ്. പിള്ളേർ ലാസ്റ്റ് നെക്സ്റ്റ് വീക്ക് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ വെക്കേഷനൊക്കെ തീരുന്നതിന് മുമ്പേ ഉടനെ തന്നെ തലവൻ വന്ന് കാണുക. ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ എൻജോയ് ചെയ്യുക. കാലാവസ്ഥയൊക്കെ മഴയാണ്, പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം. എന്നാലും നല്ല സിനിമ വരുമ്പോൾ, തിയേറ്ററിൽ വരുമ്പോൾ അത് മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു തിയേറ്റർ വാച്ച് സിനിമയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. എല്ലാവരും തലവൻ വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കണ്ടില്ലേ പടം? അടുത്തതിന് കയറി കാണണം. എന്നിട്ട് നിങ്ങൾ തന്നെ ചോദിക്കാം. അല്ലല്ല, കയറി കണ്ടിട്ട് പ്രേക്ഷകരോട് തീർച്ചയായിട്ടും പ്രേക്ഷകരോട് പറയണം. ഒരു നല്ല സിനിമയാണ്. ഒട്ടും ലാഗില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല ക്യാമറ വർക്കും എല്ലാം കൊണ്ട് നല്ലൊരു സിനിമയാണ്. ഇത് വെറുതെ അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല കേട്ടോ. അത് പടം കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. പ്രേക്ഷകർ കണ്ടവരെല്ലാം നല്ല ഹാപ്പിയാണ്. ഓ, ടർബോയ്ക്ക് അയ്യോ അങ്ങനെ ഒന്നും ചോദിക്കല്ലേ. എല്ലാ സിനിമകളും ഓടണം, എല്ലാ സിനിമകളും വിജയിക്കണം. കാര്യം എല്ലാവരും ഇതിൻ്റെ ഓരോ സിനിമയുടെ പുറകിലും ഒരു വലിയ ക്രൂ പണിയെടുക്കുന്നുണ്ട്. അവരെല്ലാവരും ഇതിൻ്റെ ഒരു സക്സസ് കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് എല്ലാ പടങ്ങളും ഓടണമെന്നാണ് ആഗ്രഹം. അല്ല നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ട് മറ്റേത് നശിച്ചു പോകുന്ന ചിന്തിക്കുന്നത്, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. എല്ലാം ഓടണം. എല്ലാ കാര്യത്തിലും എല്ലാത്തിനും കളക്ഷൻ കിട്ടണമെന്നേ അല്ലേ. അതിൻ്റെ ഇടയ്ക്കൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി ചോദിക്കാമെന്നാ. അപ്പോൾ